ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിൽ ആദ്യത്തെ വിഷുവാണ്. അപ്പൊ നമ്മളത് എല്ലാം വിഷുക്കണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പം നമ്മുടെ ആഗ്രഹത്തിലെ ആദ്യത്തെ വിഷുവാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം. അപ്പൊ നമ്മളിത് പടക്കമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. പടക്കം മാത്രമല്ല, നല്ലൊരു ദിവസം അത് സദ്യയും കൂടെ വേണമല്ലോ. സോ നമ്മളിത് സദ്യയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് എല്ലാവരും ഒത്തുകൂടലും ഒപ്പം ആ ഒരു സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ആയിട്ട് നമുക്ക് സദ്യയും കൂടെ കഴിച്ചൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ സദ്യ വന്നിട്ടുണ്ട്. ഗൈസ് വരും. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ആന്റി ഞങ്ങളെ ഒരുപാട് വർഷത്തിന് ശേഷം കാണാൻ വന്നതാണ് അല്ലേ? ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കാണാന്ന്. അങ്ങനെ കണ്ടു, സന്തോഷമായി. നീ മരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ കുഞ്ഞായിരുന്നപ്പോ അമ്മയുടെ കൂടെ ആന്റിയും അമ്മയൊക്കെ ഒരുമിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കുറെ വർഷത്തിന് ശേഷമാണ് വന്നത്. നമ്മുടെ സദ്യ ഉണ്ട് ഗൈസ്. അമ്മയുടെ എനിക്ക് നേരത്തായിരുന്നു അവരെ മറന്നു കിട്ടും. പക്ഷെ കിട്ടിലും സദ്യയാണ്. അപ്പൊ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ആയിട്ട് സദ്യ വന്നിട്ടുണ്ട്. അവിയല്, പച്ചടി, കിച്ചടി, അച്ചാറ്, പിന്നെ ആണെങ്കിൽ ഓലൻ, ചിപ്സ് എല്ലാം ഉണ്ട്. രാജചേച്ചിയുടെ കാറ്ററിംഗ് ആണ് കേട്ടോ. ഞാൻ പേര് ചോദിച്ചിട്ട് പറയാം. ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. എന്റെ മറുതലൊക്കെ എത്രയോ നമുക്ക് അടുക്കള ജോലിയിൽ ഇങ്ങനെ കിടക്കുവോ? നല്ല ചക്ക കേട്ടോ. ഹായ്, ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു എന്ന് പറ. ഹാപ്പി വിഷു പറ. മക്കളെ ഒരേ മൂത്തവര് ഫസ്റ്റ് അല്ലേ? ഇന്നലെ വളം ഒരു പപ്പടം ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഒരുപാട് കട്ട്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാറ്റയ്ക്കാണ് നമ്മൾ സദ്യയിൽ ആദ്യം കൊടുത്തത് കേട്ടോ. പാറ്റയ്ക്ക് കേൾവി ശക്തി ശക്കെല്ലാം കുറവുണ്ട്, പക്ഷേ കാഴ്ചശക്തിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം പാറ്റ ഇതാ നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ച് നമ്മൾ പാറ്റയ്ക്കാണ് ആദ്യം സദ്യ കൊടുത്തത്. എനിക്ക് വാരിയൊക്കെ തന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കുഞ്ഞിലെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഫുഡ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം അമ്മ ജോലിക്ക് പോകുമ്പോൾ പാറ്റയാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. എപ്പോൾ വിശന്നാലും ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് പാറ്റ എടുത്തിട്ടായിരിക്കും. നല്ല അടിപൊളി പാറ്റ ഫുഡ് കുക്ക് ചെയ്യും കേട്ടോ. ശേഷം എൻ്റെ മാമനും വെല്ലിച്ചനും ഒക്കെ ആട്ടോ ഭക്ഷണം കഴിക്കാൻ വന്നത്. ഓരോരുത്തരും ഓരോരോ സമയത്താണ് വന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചല്ല കേട്ടോ വന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കൂട്ടം അങ്ങനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം കുറച്ച് പേര് വന്ന് കഴിച്ചു പോയവരുണ്ട്. പിന്നെ തൻ്റെ മാമിയൊക്കെ വന്നിട്ടുണ്ട്. മാമി വേറൊരു മാമനുമാണ്. അപ്പം അവർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്ക് ഇരിക്കാനായിട്ട്. പിന്നെ നമ്മുടെ സ്പേസ് കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇരിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ എൻ്റെ ചെറിയ ചെറിയ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശാന്തക്കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്യാമറാമാനും അമ്മൂമ്മയും വേറൊരു മാമിയും കൂടെ ആട്ടോ ഭക്ഷണം കഴിക്കാനിരുന്നത്. ഞങ്ങളൊക്കെ കഴിക്കാൻ നല്ല ലേറ്റായി. ഞാനൊക്കെ ഒരു 3:30 ആയപ്പോഴാണ് കേട്ടോ കഴിച്ചത്. അമ്മയാണ് എനിക്കൊന്ന് ഏറ്റവും ലാസ്റ്റ് കഴിച്ചത്. എൻ്റെ വല്യമ്മച്ചിമാരും അവർ ഒരുമിച്ചാണ് കഴിച്ചത്. അതിനുശേഷം പിന്നെ കഴിച്ചത് ഞാനാണ് കേട്ടോ. ഞാനും ആര്യയും വല്യമ്മച്ചിയും കൂടെയാണ് കഴിച്ചത്. ഇവർ കമുകഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ അവിടുത്തെ വിഷു എല്ലാം കഴിഞ്ഞ് എല്ലാം വിഷു എല്ലാം ഒരുക്കി കണിയൊക്കെ വെച്ചതിന് ശേഷം ഉച്ചയ്ക്കാണ് അവർ വന്നത്. പിന്നെ ഞാനും അവളും കൂടെ ഒരുമിച്ചിരുന്നു. ഞാനും അവളും പിന്നെ വല്യമ്മച്ചിയും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചതിന് ശേഷം പിന്നെ ഇരുന്നത് ആരാണ്? അമ്മയാണ്. അമ്മയും കുഞ്ഞമ്മയും വേറൊരു മാമിയും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. ഇവർ കഴിച്ചപ്പോൾ ഒരു 3:30 3:45 ആയി കേട്ടോ. കാരണം അത്രയും ലേറ്റായി. ഒന്നാമത് മിക്കൊരു അമ്പലത്തിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ. പിന്നെ കഴിച്ച കുറച്ച് ആൾക്കാർ അപ്പുറത്ത് പോയിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം രാത്രി നമ്മൾ കുറച്ച് പടക്കം വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിക്കലാണ് കേട്ടോ പണി.
അങ്ങനെ ചെറിയൊരു ആഘോഷം ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. ഇനി എപ്പോഴാണ് എല്ലാവരോടും ഒത്തുകൂടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ.